പുലയരെല്ലാരും കൂടി ചേരമരായാലെന്താ പുലയന്റെ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ? പറയരെല്ലാരും കൂടി സംഭവരായാലെന്താ പറയന്റെ പഴി മാറുമോ? ഈ ധരതന്നിൽ ഇതിനൊരു ഇത് ഈ കാലഘട്ടത്തിലും പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം വെങ്ങാനൂരിൽ നടന്ന മഹാത്മാ അയ്യങ്കാളിയുടെ 84ാം സ്മൃതി ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്ത മലയാളികളുടെ സ്വന്തം വേടൻ. വെങ്ങാനൂരിലെ സാധുജന പരിപാലന സംഘം സംഘടിപ്പിച്ച പരിപാടി വേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ എത്തിച്ചേർന്നത്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് വേടൻ സദസ്സിലേക്ക് എത്തിയത്. ശേഷം പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം നൽകി വേടനെ ആദരിച്ചു. ആദ്യമായാണ് ഇത്തരത്തിലൊരു പുരസ്കാരം നൽകുന്നത്. വേദിയിൽ വേടൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഇങ്ങനൊരു നല്ല ദിവസത്തില് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അതിഥിയായി ഇവിടെ എത്താൻ, നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ കിട്ടുന്നത്. ഞാൻ അതിന് അർഹനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. ഞാൻ ചെയ്യുന്നൊരു ജോലി ബാബാ സാഹേബ് അംബേദ്കറും മാവീരൻ അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആ വഴിയില് മഹാവീരൻ അയ്യങ്കാളിയുടെ നിனைவு നാൾ, അത്രയും വലിയൊരു മനുഷ്യനെ ഓർക്കേണ്ട ഒരു ദിവസം നമ്മളൊരു കൊച്ചു കുടിച്ചു മുറിയിനകത്ത് നിന്നാണ് ആഘോഷിക്കുന്നത് എന്നുള്ള സങ്കടം എനിക്ക്. ശേഷം പൊയ്കയിൽ അപ്പച്ചൻ്റെ ഒരു കവിതയും ചൊല്ലി കൂട്ടത്തിൽ തൻ്റെ ആരാധകരെ നിരാശരാക്കാതെ തൻ്റെ കടലമ്മയും പാടിയ ശേഷമാണ് വേടൻ യാത്ര പറഞ്ഞത്. എന്നെന്നും ശബ്ദമില്ലാത്തവരുടെ ഈ ശബ്ദം മുഴങ്ങി കേട്ടുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കടലമ്മ കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ.